നമസ്കാരം. ഇന്നലെ രാവിലെ നമ്മൾ വിചാരിച്ചതും ചിന്തിച്ചതും മനസ്സിലാക്കിയതും പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ചു എന്നാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഇറാൻ്റെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കാമെന്ന് സമ്മതിച്ചു. അവരുടെ മേലുള്ള ഉപരോധം പിൻവലിക്കുക, അവരുടെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുക. ഇത് രണ്ടും അമേരിക്ക സമ്മതിച്ചു. അങ്ങനെ യുദ്ധാന്തരീക്ഷം അവസാനിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറായേക്കും. ഇറാൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റ് തൽക്കാലം നിർത്തിവെക്കുക, അവസാനിപ്പിക്കേണ്ട, ഇത്തരത്തിലൊരു ധാരണയായി. അതുകൊണ്ട് തന്നെ 48 മണിക്കൂറിനകം യുദ്ധം അവസാനിച്ചേക്കുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അത് ശരിയാവുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത് അപ്രതീക്ഷിതമായതായിരുന്നു. ഇറാനെ കബളിപ്പിച്ചുകൊണ്ട് അമേരിക്ക 3 ഡിസ്ട്രോയറുകൾ, അതായത് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലുകളാണ്, ഈ ഡിസ്ട്രോയറുകളിൽ നിന്നാണ് അമേരിക്ക പലതിനെ നേരിടുന്നത്. ഈ 3 ഡിസ്ട്രോയറുകൾ അമേരിക്ക രഹസ്യമായി ഹോർമുസ് കടലിടുക്ക് വഴി കടത്തി വിജയകരമായി അവരെത്തിച്ചത്. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചു. ഇറാൻ ഈ ഡിസ്ട്രോയറുകൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണം നടത്തി. വലിയ തോതിൽ അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് ഡാമേജ് ഉണ്ടായി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്വതന്ത്ര മാധ്യമങ്ങളും ഇത് ശരിവയ്ക്കുന്നുണ്ട്. പക്ഷെ ട്രംപ് പറയുന്നു ഒന്നും സംഭവിച്ചില്ല, ഡിസ്ട്രോയറുകൾ പൂർവാധികം കരുത്തോടുകൂടി എത്തിയിരിക്കുന്നു. ഇത് അമേരിക്കയുടെ ചതിയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വഴങ്ങിയപ്പോൾ അത് ബോധപൂർവം ഇറാനെ ഉപദ്രവിക്കാൻ വേണ്ടി കൂടുതൽ ഡിസ്ട്രോയറുകൾ ഹോർമുസ് കടലിടുക്കിലെ വിലക്ക് ലംഘിച്ച് അമേരിക്ക എത്തിച്ചത് ഇറാനെ ആക്രമിക്കാനുള്ള കോപ്പുകൂട്ടലിൻ്റെ ഭാഗമാണ് എന്നാണ് ഇറാൻ്റെ അവകാശവാദം. എന്തായാലും ഈ ഡിസ്ട്രോയറുകൾക്ക് നേരെ ഇറാൻ സേന ആക്രമണം അഴിച്ചുവിട്ടു. അങ്ങനെയാണ് ഈ ഡിസ്ട്രോയറുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തിരിച്ച് അമേരിക്ക ചെയ്തത് എന്താണെന്നറിയാമോ? ഇറാൻ ബോട്ടുകൾക്ക് നേരെ, ഇറാൻ കപ്പലുകൾക്ക് നേരെ, എന്തിനേറെ ഇറാൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ വരെ ആക്രമണം നടത്തി. ഇറാൻ്റെ 3 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടു. ഒന്ന് UAE ഫുജൈറ പോർട്ടിന് സമീപമാണ് ആക്രമിക്കും. മറ്റൊന്ന് ഇറാന്റെ തീരത്തുള്ള ഒരു എണ്ണ ടാങ്കറും ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ എണ്ണ ടാങ്കറുകളെ ആക്രമിച്ച കാര്യം ട്രംപ് അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ഇറാന്റെ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിൽ 3 അമേരിക്ക ഇടവേളയ്ക്ക് ശേഷം ബോംബിട്ടു. ബന്ദാർ, ഖമീർ, സിറിക് എന്നീ പ്രദേശങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണമുണ്ടായത്. മാത്രമല്ല, ക്വാഷ ദ്വീപിന് നേരെയും ആക്രമണമുണ്ടായി. ഇത് ഇറാന്റെ എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ സ്ഥലമാണ്. ഇവിടെയൊക്കെ അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടു. എന്ന് വെച്ചാൽ ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും വീണ്ടും യുദ്ധം ആരംഭിച്ച സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. എന്നാൽ ട്രംപ് പറയുന്നു യുദ്ധം ആരംഭിച്ചിട്ടില്ല, വെടിനിർത്തൽ തുടരുകയാണ്. ഇറാൻ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു, തിരിച്ചാക്രമിച്ചത് മാത്രമാണ്, ഇത് വെടിനിർത്തൽ കരാർ ലംഘനമല്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നു ഇത് വെടിനിർത്തൽ കരാർ ലംഘനമാണ്, ഇനി ഞങ്ങൾക്കൊന്നും നോക്കേണ്ടതില്ല എന്ന്. ഇതേറെ ആശങ്ക പശ്ചിമേഷ്യയിൽ വീണ്ടും കൊണ്ടുവരുന്നു. യുദ്ധം എന്ന് അവസാനിക്കും എന്നതിനുള്ള ചോദ്യമായിരുന്നു ട്രംപ് പതിയെ പിന്മാറിയതോടെ യുദ്ധം ഉടനടി അവസാനിക്കുമെന്നത്. എന്നാൽ പ്രതീക്ഷ അസ്ഥാനത്തായി വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിച്ചു. വിമാന സർവീസുകളെ ബാധിച്ചു. എണ്ണവില കുതിച്ചുയർന്നു. ഓഹരി വിപണി ഇടിഞ്ഞു. അമേരിക്കയിലും ഇതിൻ്റെ ആശങ്കയുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന എണ്ണവിലയുടെ ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട് ഇപ്പോഴത്തെ എണ്ണവില. ഇത് അമേരിക്കൻ ജനതയ്ക്ക് ട്രംപിനോടുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ഒരു ഗാലന് $2.98 യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശരാശരി അമേരിക്കൻ വില. എല്ലായിടത്തും അങ്ങനെ, ലോസ് ആഞ്ചലസിലൊക്കെ അതിനേക്കാൾ കൂടിയ വിലയാണ്. എന്നാൽ ശരാശരി $2.98, $3 താഴെയായിരുന്നു ഒരു ഗാലൻ്റെ വില. എന്നാൽ ഇപ്പോഴത്തെ വില $4.58. ഏതാണ്ട് 50% വിലവർധനമുണ്ടായിരിക്കുന്നു. ഇത് നവംബറിലെ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്ന് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെയധികം ആഭ്യന്തരമായ എതിർപ്പുണ്ടാകുന്നു. ഏതാണ്ട് 63-65% ആളുകൾ ഈ ദുരവസ്ഥയുടെ കാരണം ട്രംപാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഒപ്പീനിയൻ പോളുകൾ തെളിയിക്കുന്നത്. ട്രംപ് ഒരു ഊരാക്കുടുക്കിൽ ചെന്ന് ചാടി, അതിൽ നിന്ന് തലയുരാൻ കഴിയുന്നില്ല. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ചില ഗൂഢനീക്കങ്ങൾ നടത്തുമ്പോൾ അത് വീണ്ടും വിവാദത്തിലാവുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ സന്നാഹങ്ങൾ ഒരുക്കി ഇറാൻ ആക്രമിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. ഇതിനിടയിൽ CIA, അമേരിക്കയുടെ ചാരസംഘടനയായ CIA വൈറ്റ് ഹൗസിന് ട്രംപിന് നൽകിയ ഒരു റിപ്പോർട്ട് ചോർന്നിട്ടുണ്ട്. വാഷിങ്ടൺ പോസ്റ്റാണ് അത് ചോർത്തിയിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ എല്ലാ ആയുധ ശേഖരങ്ങളും ഇല്ലാതാക്കി, ഇറാൻ ദുർബലമായി, ഇറാൻ താനെ ഇല്ലാതാകുമെന്നാണ്. ഇറാൻ്റെ മിസൈൽ ശേഖരങ്ങളെ, റോക്കറ്റുകൾ, ഡ്രോണുകളൊക്കെ പൂർണ്ണമായും തീർന്നുവെന്നാണ്
ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ CIA ട്രംപിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ക്രൂസ് മിസൈലുകൾ അടക്കമുള്ള അവരുടെ സുപ്രധാനമായ ആയുധങ്ങളിൽ 70% ബാക്കിയുണ്ട്. അതൊക്കെ ആർക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ അണ്ടർഗ്രൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ടുകൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഈ മിസൈലുകൾ ആവശ്യാനുസരണം മിസൈൽ ലോഞ്ചറിലേക്ക് എത്തിക്കുകയാണ് എന്ന് മാത്രമല്ല, മിസൈൽ ലോഞ്ചറുകളിൽ 75% നിലനിൽക്കുന്നുവെന്നും CIA ട്രംപിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്ക 2 മാസം ആക്രമിച്ചിട്ടും ഇറാൻ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇറാൻ അവരുടെ എല്ലാ സംവിധാനങ്ങളും വ്യത്യസ്ത രീതിയിൽ വികേന്ദ്രീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. അവർക്ക് എത്ര കാലം വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇറാൻ തന്നെ ഇല്ലാതാകും, ആഭ്യന്തര കലാപം ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷ വെറുതെയാണ്. എത്ര കാലം വേണമെങ്കിലും ഇറാനെ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന റിപ്പോർട്ട് CIA കൊടുത്തിരിക്കുകയാണ് ട്രംപിന്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തലയൂരാനാണ് CIA നിർദ്ദേശം. ഈ വിവരം പുറത്തു വന്നതും ട്രംപിന് നാണക്കേടായിട്ടുണ്ട്. ഇത്തരമൊരു ക്രൈസിസ് സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് യുദ്ധം അവസാനിച്ചേക്കുമെന്ന പ്രതീക്ഷ ശക്തമായ സമയത്താണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ പാകിസ്ഥാൻ വഴി ഇറാൻ കൈമാറിയിരുന്നു അമേരിക്കയ്ക്ക്. അതിൽ ചിലതൊക്കെ അംഗീകരിക്കാം എന്ന് അമേരിക്കയും സമ്മതിച്ചിരുന്നു. അതിലൊന്ന്, ആണവ പരീക്ഷണം നീട്ടിവെച്ചാൽ മാത്രം മതി, ഇപ്പോൾ അത് പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ട, നീട്ടിവെച്ചാൽ മാത്രം മതി. അത് ഇറാൻ സമ്മതിച്ചു. അതിന് തുടർച്ചയായി ഇറാൻ്റെ മേലുള്ള ഉപരോധം പിൻവലിക്കാമെന്നും ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കാമെന്നുമൊക്കെ അംഗീകരിച്ചിരുന്നു. എന്നാൽ ആ സാഹചര്യം പാഴാകുമോ എന്ന ആശങ്കയാണ് ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിക്കും, എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി.